ഹായ് എവ്രി വൺ, വെൽക്കം ടു ഫർസ ക്രിയേഷൻസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു ബോർഡ് കിട്ടും. അപ്പോൾ ആ ഒരു ബോർഡ് നമ്മൾ പൊതുവെ കളയാണ് പതിവ്. അപ്പം അതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, ആ ഒരു ബേസ് ബോർഡിനെ നമുക്ക് ഫുള്ളൊന്ന് ഒരു പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാണുന്ന രീതിയിൽ നിങ്ങൾ മുഴുവനായിട്ട് അതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബോർഡ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിലാണ് അതുണ്ടാവുക. ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബോർഡിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. അതിന് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിസ്ത ഷെൽസാണ് കേട്ടോ. അപ്പം ആ ഒരു പിസ്ത ഷെല്ല് യൂസ് ചെയ്തിട്ട് ഫ്ലവർ രൂപത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു 3 എടുത്തിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്ലവർ എന്നുള്ള രീതിയിൽ ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടത് നമുക്ക് ഈ ഒരു ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് 3 കൂടി ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കാണുന്ന രീതിയിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഈ ഫ്ലവറിന് യൂസ് ചെയ്ത കളർ വൈറ്റ് ആണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്ലവേഴ്സ് ഇവിടെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് അതുപോലെ തന്നെ കുറച്ച് ഇലകൾ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ ഇലകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഫ്ലവേഴ്സിന് വൈറ്റ് ഫ്ലവർ കൊടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ എൻഡിൽ ചെറിയ രീതിയിലൊരു യെല്ലോ റെഡ് കളർ മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കുറച്ച് കളർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വോൾ ഡെക്കോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.